ഹലോ ഗായ്സ്, ഇപ്പോൾ കാണുമ്പോൾ ചെറിയ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മൾ പിന്നെയും വന്നിക്കാണ് മൈൻക്രാഫ്റ്റ് ബേറ്റ വേർഷൻ ആയിട്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റിൽ ഗായ്സ് നമ്മളൊരു കോൾ ഫാം ഉണ്ടാക്കുകയാണ്. കോൾ ഫാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോൾ എടുത്തുകൊണ്ട് തന്നെയാണ്, പക്ഷേ ഫാം എന്നൊരു വെറുതെ ഇതിന് ഇടാന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്കിതൊരു പുതിയൊരു ഗെയിമർ ബോയിൻ്റെ സ്കിൻ ഇട്ടിരിക്കുന്നു. പർപ്പിൾ ഗെയിമർ ബോയ് എന്നുള്ളതിൻ്റെ ഒരു സ്കിന്നാണ് ഗായ്സ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേൾഡ് പോവാം. ഇതാ നമ്മളങ്ങനെ വേൾഡ് എത്തിയിരിക്കുന്നു. അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും നമുക്ക് ഓരോരോ കാര്യങ്ങൾ തുടങ്ങി. നമ്മൾ ഇന്നാൾ വെച്ച് നിർത്തിയത് ഇവിടെ ചെയ്യുന്നു. അപ്പോൾ അതാ കോൾ കോൾ അവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഗായ്സ് വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. അപ്പോൾ എന്തായാലും ഗായ്സ് നമ്മളൊന്ന് കോൾ ഫാം എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാറിയില്ല ഗായ്സ്, നിങ്ങൾ കണ്ടു നോക്കുന്നത് ഫ്ലാഷ് ബാക്ക്. ഓയിൽ ഫാം എന്നറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക കോൾ ഫാം, എന്തെങ്കിലുമൊക്കെ ഒരു ഫാം ഉണ്ടാക്കൽ ആൾക്കാരും അടുത്ത വീടിൻ്റെ ഒരു പ്രോമോ എന്ന് പറയുന്നത്. അപ്പോൾ ഗായ്സ് ഇതാണ് സംഭവം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു കോൾ ഫാം ഉണ്ടാക്കുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ഞാൻ എവിടെ വെച്ചാൽ പറഞ്ഞു നിർത്തിയത് ഗൈസ് ഒന്ന് മറന്നു. ഒരു ചെറിയൊരു കോള പെയിൻ വന്ന് ഞാൻ ചിലപ്പോൾ കട്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇനി കോൾ ഉണ്ടാക്കാൻ തുടങ്ങണം. നമ്മളെന്നാലും ആ വീഡിയോയിൽ പറഞ്ഞാണ് പ്രോമോ. എന്തായാലും ഗൈസ് കോൾ ഫാം ഉണ്ടാക്കണം. കോൾ ഫാം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമ്മളെന്തായാലും കോള് കളക്ട് ചെയ്യാൻ നോക്കണം. 2-3 സ്റ്റാക്കൊക്കെ കിട്ടാച്ച ഗൈസ് നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കേവ് തന്നെ പോകണം, അല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് കിട്ടുന്നതിൻ്റെ പരമാവധി ഗൈസ് കോൾ എടുക്കാൻ പോകണം നമ്മൾ. അപ്പോൾ ആദ്യം തന്നെ വിടാൻ പറ്റില്ല, അത്രയും കോളാണ് നമുക്ക് ഗൈസ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ തന്നെ ഈ സൈഡിൽ തന്നെ ഗൈസ് നമുക്കൊരു കോള് കാണാം. നിങ്ങൾക്ക് അവിടെ കണ്ടു അറിയില്ല, ഞാൻ എന്തായാലും നോക്കി പോയിരുന്നു, എടുത്തിട്ടില്ലേന്നു. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം. ഞങ്ങൾക്ക് കിട്ടണ എത്രയെന്ന് പറഞ്ഞ എൻ്റെ ഉമ്മത് കുറേ ഉണ്ടല്ലോ. കിട്ടണ എത്രയെന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗൈസ് എന്താ പറയുക, ഒരു സ്റ്റാക്ക് കിട്ടണ ഒരു സ്റ്റാക്ക് ഫുള്ളും ഗൈസ് നമ്മളെന്തായാലും കോൾ എടുത്തിട്ടേ പോവുള്ളൂ. കോപ്പറിൻ്റെ ആവശ്യമില്ല, നമുക്ക് കോളാണ് മെയിൻ വേണ്ടത്. എന്തായാലും ഗൈസ് നമുക്ക് XP നല്ല കിട്ടുന്നുണ്ട്, അത് സൂപ്പറായി ഗൈസ്. ഇവിടെ നല്ല ഉണ്ടല്ലോ. പിന്നെ ഗൈസ് ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. എന്താ പറയുക, നിങ്ങൾക്ക് കാണാണ്ടോ ഞാൻ ഈ ഒരു സ്കിന്നില്ലേ, ഈ ഒരു സ്കിന്ന് അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഈ സ്കിന്ന് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഗൈസ് അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ എന്തായാലും, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതന്നെ കാര്യം ചിലപ്പോൾ പറയാം. കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെറിയൊരു കോഡ് വന്നുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് ഗൈസ് മറന്നു പോയിക്കണു. അപ്പോൾ എന്തായാലും നമുക്കത് മൊത്തം മൈൻ ചെയ്യാം. 11 ഇത് കിട്ടിക്കണു. കണ്ട ഗൈസ് നമുക്കിവിടെ ഒന്ന് ഉള്ള പോലെ തോന്നുള്ളൂ, പക്ഷെ കുറേ ഉണ്ട് ഗൈസ്. എന്തായാലും സൂപ്പറായി. അയ്യോ അങ്ങനെ ഗൈസ് ഫുൾ കോൾ നമ്മൾ എടുത്തുക്കണു. പക്ഷേ ഗൈസ് നമ്മൾ ഈ കോളിലുള്ളടുത്ത് വെറുതെ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിച്ച് നോക്കി എവിടെയെങ്കിലും പിന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ഡയമണ്ട് എടുക്കാൻ പോയപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ വെറുതെ ഒന്ന് പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പം ഗൈസ് നമ്മളവിടെ കണ്ടിരുന്നു. ഞാൻ അടുത്ത ഇവിടെയാണ് ടോർച്ച് ഇവിടെ വെക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഇരുട്ടാക്കാരും. നമുക്ക് എന്തായാലും ഫുൾ കോൾ എടുക്കാം. എന്താണ് ഇവിടെ മൊത്തം ഇവിടെ എത്ര എണ്ണമാണ് കോള് ഗൈസ്. പിന്നെ ഈ ഒരു വേൾഡ് നല്ല വേൾഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഒന്നിൻ്റെ ഒരു കുറവും ഇല്ല, ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നത്. അയ്യോ അങ്ങനെ പകുതിയോളം കിട്ടി. ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 2-3 സ്റ്റാക്ക് കിട്ടും തോന്നുന്നു. ഈ കോൾ എടുക്കാൻ വരുന്നത് നല്ലൊരു രസമാണ്. നമുക്ക് എന്തായാലും ഗൈസ് ഒരു സ്റ്റാക്ക് എടുത്തിട്ട് നോക്കട്ടെ കിട്ടുമെന്ന്. ഒരു സ്റ്റാക്ക് ഫുള്ളും അയ്യോ അത് കിട്ടി. നമുക്ക് ഗൈസ് മേലേക്ക് ഇതെന്താ മേലിന്ന് വെള്ളം മൂന്ന് ഗൈസ്. ഇത് പൊട്ടിച്ചവിടെ വെള്ളമല്ലോ, മെല്ലെ പൊട്ടിച്ചോക്കട്ടെ. എൻ്റെ അമ്മോ അയ്യോ ഇതുകൊണ്ട് ഇപ്പം എന്താ സംഭവം ഉപകാരം. ഇവിടെ വെള്ളം ഉണ്ടല്ലോ, അല്ലാണ്ട് അങ്ങനെ വരില്ലല്ലോ ഗൈസ്. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നു ഇതായിട്ട് കാണിച്ചിട്ടുണ്ടോന്നാ. ഇല്ല ഗൈസ് എനിക്ക് തോന്നുകയാണ്. ഞാൻ എന്തായാലും ഇതിവിടെ വെക്കട്ടെ, ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ചാടിയ ഗൈസ് നമ്മൾ എന്തായാലും ചാവും. അപ്പോൾ നമ്മൾ എന്ത് സൗണ്ടാണ് ഗൈസ്. ഈ കേവിൻ്റെ ഉള്ളിൽ വന്നൊരു പ്രത്യേക സൗണ്ട് നിങ്ങൾക്ക് കേൾക്കൂല, പക്ഷെ എനിക്ക് നല്ല കേൾക്കും, കാരണം ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഗൈസ് ഇരിക്കണത്. എന്തായാലും നമ്മുടെ അടുത്ത് സ്റ്റിക്ക് ഉണ്ട്, നമുക്ക് ഇതുകൊണ്ട് എന്തായാലും ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് എന്തായാലും
കോള് പൊട്ടിക്കാം. നമുക്ക് ഫുൾ കോള് എങ്ങനെയെങ്കിലും എടുക്കണം. അതാണ് ഗൈസ് ഇത്. ഇതല്ല, അതാണ് ഗൈസ് ടാസ്ക്. ഇവിടൊക്കെ നല്ല കോളുണ്ട്. കോൾ ഫാം ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ ഇതുണ്ടായിക്കണു. ഇനി ഗൈസ് നമുക്ക് ഇനി ഒരു പുതിയൊരു ട്രഷർ ഹൗസ് ഉണ്ടാക്കണം. ട്രഷർ ഹൗസിലാണ് ഗൈസ് നമ്മൾ വലിയ വലിയ സാധനങ്ങൾ വെക്കുക. നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡയമണ്ടും കാര്യങ്ങളൊക്കെ മാറ്റണം. മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം, ആ ട്രഷർ ഹൗസ് കൊണ്ടുവയ്ക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക് ഗൈസ്. എന്താ പറയുക, ഈ ട്രഷർ ഹൗസ് ഇല്ലേ ഗൈസ്, അതിൻ്റെ ഉള്ളിലാണ് ഇനി എല്ലാം ഉണ്ടാവുക. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇടുന്നാക്കാരും. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ തന്നെ ഗൈസ് അതിന് കൂട്ടിങ്ങാണ്ട് പറയണ്ട്. അപ്പം എന്തായാലും ഇപ്പം നമുക്ക് കുറേ ഇത് ഇട്ടിക്കണം. എന്താ പറയുക, കോള് ഞങ്ങൾക്ക് അടുത്ത മെയിൻ കേവിൻ്റെ ഉള്ളിലൊക്കെ പോകേണ്ടത്. ഇത് കുറച്ച് ചെറിയൊരു കേവ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കയ്യിൽ എന്തോ കിട്ടിക്കണം. ഇത് പോകണ്ട ഡ്രിപ്പ് സ്റ്റോൺ. നമുക്ക് ഗൈസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. താഴത്തേക്ക് ചാടല്ലേ, ചാടൽ കുറച്ച് വലിയൊരു ഇതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ചാടിയേ പറ്റൂ. ഞാൻ എന്തായാലും ചാടട്ടെ. ചാടിയിട്ട് കാണാം ഗൈസ്. അപ്പം ഗൈസ് ഞാൻ ചാടുന്നതിന് മുമ്പ് ബോട്ട് കൊടുന്നിക്കണു, ഞാൻ മറന്നിക്കണു ഗൈസ്. നമുക്ക് സംഭവം ഗൈസ് അങ്ങോട്ട് ചാടാനാണ് നല്ലത്. അവിടെയും കുറേ കോളുണ്ട്. അത് പിന്നെ ഡീപ്പ് സ്ലേറ്റ് അല്ലേ. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് അങ്ങോട്ട് ചാടാം. അങ്ങോട്ട് ചാടണമെങ്കിലും കുറച്ച് പണിയാണ്. എന്നാലും ഗൈസ് നമുക്ക് ചാടാം. രാത്രി ആയിക്കൊണ്ട് ഇരിക്കുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രിയായ പിന്നെ രാത്രിയായി ഗൈസ്, പിന്നെ രാവിലെ അവിടെ ഇല്ല. എന്തായാലും നമ്മൾ പൊട്ടിച്ച് വരുമ്പോഴേക്കിനും എന്തായാലും ഗൈസ് രാവിലെ ആവും. നമുക്ക് മെല്ലെ മെല്ലെ പോവാം, അതാണ് രസം. ഇനി ഗൈസ് നമുക്ക് ഇവിടെ ചെങ്ങോട്ട് ബോട്ട് വെക്കുക, എന്നിട്ട് പോവാം. ഡെമ്മോ ചാടി. ഗൈസ് ഇപ്പോൾ വലിയ ദൂരം തോന്നില്ലേക്ക്. ഇപ്പോൾ ബോട്ടിൻ്റെ അവിടെ ഒരു ടോർച്ച്, അത് എന്തായാലും വേണ്ടാണ്. ഇനി ഗൈസ് നമ്മുടെ അടുത്തൊരു വടിയുണ്ട്. നമുക്ക് ഇനിയും ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. ടോർച്ചൊക്കെ തുള്ളി ഉണ്ടാക്കുകയുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ പോവാം. ഓരോ സ്ഥലത്ത് അവിടെ കോളുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഗൈസ് മറ്റേ രാജ്യം. നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ കിട്ടാണില്ലേ, അവിടെയൊക്കെ കോളുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ നോക്കണം. എന്തായാലും മൈനിങ്ങിന് വന്നതല്ലേ. അപ്പം എന്തായാലും ഇതൊക്കെ പൊട്ടിക്കട്ടെ. ഇവിടെ തന്നെ ഫുള്ളും പൊട്ടിച്ചാൽ എന്തെങ്കിലും കിട്ടും. അതാ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, കറി ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുന്നത്. അയ്യോ, അങ്ങനെ ഗൈസ് നമുക്ക് 4 അയൺ ഇട്ടിക്കണു. കോള് പൊട്ടിക്കാൻ വന്നിട്ട് അവൻ വേറെ രസമാണ്. അടുത്ത എന്ത് ചെയ്യുക, നമ്മളെ കോള് പൊട്ടിക്കാൻ പോവാം. ടോർച്ച് ഇല്ലാണ്ടൊരു കളി നടക്കൂല ഗൈസ്. ഇനി ഇവിടുന്ന് മേലക്ക് ചാടണം. പൊട്ടിക്ക്. ഇനി ഇവിടുന്ന് എവിടെ കോള് നമ്മൾ കണ്ട് അത് മറന്നു. അതിൻ്റെ അവിടെയാണ് കോള്, മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇത് കൂടി കയറി പോയാലും മതി. കാണു ഗൈസ് കോള്. പിന്നെ പൊട്ടിക്കുമ്പോൾ നോക്കട്ടെ. ഇവിടെ കുഴപ്പമില്ല. പൊട്ടിക്കാം. അയ്യോ ഇല്ല പൊട്ടി, എന്നാലും കുഴപ്പമില്ല. നമ്മളുടെ അടുത്ത് ഇതുണ്ട്. കണ്ണു ഗൈസ് അയണ്. നമുക്ക് കണ്ടറിയില്ല, അവിടെ അയണുണ്ട്. നമുക്കൊക്കെ പൊട്ടിക്കണം. ഇത് ഗൈസ് മൈനിങ്ങിൻ്റെ ഒരു പാർട്ട് 2 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ മൈനിങ്ങിന് പിന്നെയും വന്നതല്ലേ. കോള് പോയി, ടോർച്ചും പോയി. എൻ്റെ അമ്മ, അവിടെ കയറാൻ വയ്ക്കൂലത്. വയ്ക്കുന്നുണ്ട്. അത് ഗൈസ് മൊത്തം പൊട്ടിക്കട്ടെ. മൊത്തം പൊട്ടിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ഇവിടുത്തെ കോള് പൊട്ടിച്ചിക്കണു. ഏകദേശം 51 ഇത് കിട്ടിക്കണു ഗൈസ്. അപ്പോൾ ഒരു സ്റ്റാക്ക് എന്തായാലും ആയി തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് ചാടണം. പക്ഷെ അങ്ങോട്ട് ചാടുമ്പോൾ മുള്ളുമൊക്കെ ചാടണ്ട. ചത്തില്ല ഗൈസ്, സമാധാനം. മറ്റേ ഡീപ്പ് സ്ലേറ്റൊക്കെ കാണുന്നു ഗൈസ്. നമ്മൾ ആദ്യം പോയി സ്ഥലം. ഇതിൻ്റെ അടി നോക്കട്ടെ. അടി കുഴപ്പമില്ല, എന്നാലും ഒരു പേടി. നമുക്ക് കൂന്നിരുന്ന് കണ്ടും ഇതാക്കാം. അഥവാ നിലത്തേക്ക് ചാടിയ ഗൈസ് കത്ത മുഖയാന്നറിയും. ഇതാണ് ഒരു പേടി ഗൈസ്. അങ്ങനെ ഗൈസ് പൊട്ടാക്ക് ഇപ്പോൾ എത്ര അയണ് കിട്ടി? ഇപ്പോൾ 4 8 അയണ് കിട്ടി ഗൈസ്.
നമ്മൾ ഈ ടോർച്ച് എന്തിനാ ഇവിടെ തന്നെ വെച്ച് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് കിട്ടാനാണ്. വന്നാൽ പിന്നെ മനസ്സിലാവില്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിക്കണമെന്ന്. നമുക്ക് എന്തായാലും ഗൈസ് നമ്മളെ മറ്റേ വേൾഡ് അല്ല മേലക്കന്നെ പോവാ, അതാണ് നല്ലത്. കോപ്പർ കൊണ്ട് എന്താ ഉപകാരം എന്നൊക്കെ ഗൈസ് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിൽ ഗൈസ് ഒന്ന് പറയണം എന്താ ഈ കോപ്പർ കൊണ്ടുള്ള ഉപകാരം എന്ന്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒരു ടോർച്ച് വെച്ചിരിക്കണം. ഇവിടെ ഒക്കെ വന്നിക്കണം എന്നുള്ളതിൻ്റെ ഇതിനാണ് ഞാൻ ടോർച്ച് വെക്കണത് ഗൈസ്, അല്ലാണ്ട് വേറെ ഒന്നിനുമല്ല. അപ്പോൾ നമുക്ക് 51 ഇത് കിട്ടിക്കണു. അയ്യോ താഴത്തേക്ക് ചാടണ്ടേന്നു. അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല പറഞ്ഞാൽ ഡയമണ്ട് ഉണ്ടാവും. പക്ഷേ ഗൈസ് നമ്മളിപ്പോൾ വന്നിക്കണത് വേറെ ഒന്നിനുമല്ല, എന്താണ് ഇതെടുക്കാനാണ്. ഞങ്ങൾക്കിപ്പോൾ എന്താ എൻ്റെ പൊന്നോ ഇവിടെ മൊത്തം വാർഡൻ്റെ സ്ഥലം ഗൈസ്. വാർഡൻ നിങ്ങൾക്ക് അറിയില്ല ഗൈസ്, തന്നെ അതാണ് വാർഡൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് വേഗം മേലെ പോവാം. എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ അയണുണ്ട് എൻ്റെ അമ്മ, ഞാൻ അപ്പോൾ കണ്ടിരുന്നു. ഇത് പൊട്ടിക്കട്ടെ. ചെറിയൊരു ലാഗ് ഉണ്ടാവും ഗൈസ്, എന്നാലും ക്ഷമിക്കണം. അയ്യോ അങ്ങനെ 11 അയ്യാണ്. ഇനി ഗൈസ് നമുക്ക് എന്തായാലും മേലെ പോവാം. ഇവിടെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളാണ്. ബിൽഡിങ് എന്നാ ഗൈസ് പറയണ കേവിൻ്റെ ഉള്ളിൽ. എന്തായാലും മേലൊക്കെ നമ്മളതാ ഫസ്റ്റ് ഫ്ലോർക്ക് എത്തിക്കണം. ഫസ്റ്റ് ഫ്ലോർ ഞാൻ പറയണ ഈ ഒരു ഫ്ലോറാട്ടോ. ഇനി അടുത്ത നമ്മളെ ലാസ്റ്റ് ഫ്ലോർക്കാണ് എത്തേണ്ടത്. ഇതിൻ്റെ അമ്മേൻ്റെ വലിപ്പം കാണുമ്പോൾ എന്തായാലും ഗൈസ് ഈ കല്ല് വെച്ച് പോണേക്കാളും നല്ല ഇനി ഗൈസ് നമുക്ക് സ്വന്തമായിട്ട് ഇനി ഒരു പാലൊക്കെ ഉണ്ടാക്കണം. ഒക്കെ ഗൈസ് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വരും വീഡിയോ ആയിട്ട്. എന്തായാലും അപ്പം ഗൈസ് നമുക്കൊന്നൊരു പണി ചെയ്യാം. എന്താ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുമാണ്, എന്നാൽ കുഴപ്പമില്ലാത്തൊരു പണിയാണ്. കാരണം അതാണ് സംഭവം. ഇതാ കണ്ടോ, ഞാൻ അതിങ്ങനെ പൊട്ടിച്ചിട്ട് അവിടെ എത്തണം, അത് എത്തിക്കണം. നോക്കട്ടെ എത്ര എത്തും നോക്കട്ടെ, അത് എത്തും. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ചാടി പോവാം. ഗൈസ് നല്ല ബുദ്ധിയല്ലേ. നമുക്ക് അടുത്തങ്ങനെ അയ്യവാ ഞാൻ അടുത്ത പൊട്ടിക്കാം. ഇതൊരു നല്ല വഴി തന്നെയാണ്. എന്തായാലും മൊത്തം പൊട്ടട്ടെ, അത് എത്തുള്ളൂ അല്ലേ. 1 2 3 4 5 ഇത് എത്തുള്ളൂ. ഇനി അടുത്ത് ഒന്നുകൂടി പോവാം. ഇല്ല ഞാൻ ഒന്നുകൂടി ഇതൊന്ന് വെക്കത് ഗൈസ്. ഞാൻ എന്താ കാട്ടില് 1 2 3 4 അയവ ഗൈസ് നമ്മളവിടെ എത്തി. ഞാൻ അടുത്ത ഇവിടുന്ന് മേലേക്ക് അതേപോലെ തന്നെ ഗൈസ് പൊട്ടിക്കുക. 1 2 3 കുറച്ച് പണിയാണ്, പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ കളിക്കുമ്പോൾ. അപ്പോൾ ഗൈസ് നമ്മളിതാ മൈൻക്രാഫ്റ്റ് നല്ല രസമുള്ള നല്ലൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണം ഇപ്പോൾ മൈൻക്രാഫ്റ്റ് എന്നുള്ള ഗെയിം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം നല്ല മേലേക്ക് എത്തിക്കണു. ഇനി ഇവിടുന്ന് കയറി പോകേണ്ട തന്നെ ഉള്ളൂ, പക്ഷെ എന്നാലും കുറച്ചുകൂടി മേലേക്ക് എത്തിക്കോട്ടെ. ഇത്ര ഉള്ളു എത്തുക. ഒന്നുകൂടി മേലേക്ക് പോവാം. 1 2 സ്പീഡ് അയവാ. ഇനി ഗൈസ് നമുക്ക് എന്തായാലും മേലേക്ക് പോയിട്ട് നമ്മളെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ എത്തിക്കണു നമ്മളെ വീടിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾക്ക് ഇനി ട്രഷറിൻ്റെ ഹൗസ് ഉണ്ടാക്കാൻ ഇനി ടൈം കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ വീഡിയോയിൽ ഗൈസ് നമ്മളെന്തായാലും ട്രഷർ ഹൗസ് ഉണ്ടാക്കണില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും ട്രഷർ വീട് ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നാളത്തെ വീഡിയോൻ്റെ അത് പ്രോമോ അല്ലെങ്കിൽ 2 വീഡിയോ കൂടി ഞാൻ കൂട്ടിങ്ങാണ്ട് ഗൈസ് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതാ ഇത്രയും കോളായിക്കണം. ഒരു സ്റ്റാക്ക് എന്തായാലും കിട്ടിക്കണം ഗൈസ് നമുക്ക്. ഞാൻ എന്തായാലും നമുക്കിവിടെ ഈ പെട്ടിയിൽ തന്നെ കൊണ്ടുപോയിടാം, അതാണ് നല്ലത്. അപ്പോൾ ഗൈസ് ഇവിടെ ചുങ്ങാണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിനി ട്രഷർ ഹൗസ് ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും ഗൈസ് നാളെ എന്തായാലും വരും. 2 വീഡിയോ ഒരുമിച്ചാക്കാനും വരും. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തൊക്കെ ഗൈസ് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ.